അത് നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എന്താ ഉപ്പ് എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. പോകണോ വൈകുന്നേരം അങ്ങോട്ട്? അങ്ങോട്ട് പോകും. സംശയമില്ലാത്ത കാര്യമല്ലേ. പിന്നെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാദമാണ്. അപ്പൊ അത് അങ്ങനെ ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലൊരു നാദമായിട്ട് ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി. അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരാളുടെ ചെറിയൊരു വേദന കേട്ട് അപ്പം തന്നെ അതിന് പ്രതിവിധി കാണാൻ പറ്റുന്നതാണെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണേണ്ടത്? പൈസ കൊണ്ടാണോ, ശരീരം കൊണ്ടാണോ, അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ, എന്തിനും തയ്യാറാകുന്ന ഒരാളാണ്. കാരണം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നല്ല മനുഷ്യനാണ് മണി. അപ്പോൾ അത് ഭയങ്കര വിയോഗം തന്നെ. പറഞ്ഞ കുറേ പറയേണ്ടി വരും, ചിലപ്പോൾ കരഞ്ഞു പോകും. ഇന്നിപ്പോൾ മരിച്ച ദിവസമാണ്. ഇന്ന് അങ്ങ് ചാലക്കുടിക്ക് പോകണം. ഇത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോകും. അവിടെ പോകണം. അവിടെ സുന്ദർദാസ് സിബി സാറ് ഒരു അനുശോചന യോഗം ഉണ്ടായി, പങ്കെടുക്കണം. മണിയെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയണത്